നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 വർഷത്തെ മകർ നക്ഷത്രക്കാരുടെ വർഷഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. മകർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചാരവശാൽ 9-ൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ 7-ാം ഭാവത്തിൽ ശനി ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ അഷ്ടമത്തിലാണ് രാഹു, 2-ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവുമാണ്. അപ്പോൾ കുറേ നല്ല ഫലങ്ങളും ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മെയ് മാസം വരെ ഉള്ള സമയത്ത് മകർ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല ഭാഗ്യം അനുഭവിക്കാനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാനായിട്ടും യോഗമുണ്ട്. പ്രത്യേകിച്ച് അധ്യാപനം, അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക്, അലങ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക്, ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തൊഴിലെടുക്കുന്നവർക്ക്, അതേപോലെ കലാകാരന്മാർക്ക് ഒക്കെ നല്ല സമയമാണ് മെയ് മാസം വരെ. മെയ് മാസം കഴിയുമ്പോൾ 10-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചെന്നാൽ ലഗ്നാൽ 7-ാം ഭാവത്തിൽ, ചന്ദ്രലഗ്നാൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ശനിയുടേതായിരിക്കുന്ന ദോഷം കൂടി ചെയ്യുന്നത് കൊണ്ട് വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനേന്തി, മനോഭീതി, മാനസികമായിട്ടുള്ള ടെൻഷൻ, ധനനഷ്ടം ഉണ്ടാകുക, പ്രവാസം, വീട് വിട്ട് നിൽക്കാനിട വരിക എന്നുള്ളത് മാത്രമല്ല, നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉള്ള ഗുണഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്, കണ്ടകശനി ദോഷമുള്ളത് കാരണമുണ്ട്. അതേപോലെ തന്നെയാണ് അഷ്ടമത്തിലെ രാഹു. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന കാരണം നാഗദോഷത്തിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ 2-ൽ കേതുവാണ്. അപ്പോൾ ധനസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് വരുമാനത്തിൽ കുറവ് വരികയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മെയ് മാസം വരെ 9-ൽ വ്യാഴമുള്ളത് കാരണം, ദൈവാധീനം നല്ല രീതിയിലുള്ളത് കാരണം കൊണ്ട് വലിയ പ്രതിസന്ധികളിലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 10ലേക്ക് വ്യാഴം മാറിക്കഴിഞ്ഞാൽ ഈ 2-ൽ നിൽക്കുന്ന കേതു അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും വരുമാനത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യത വരുത്തുകയും ചെയ്യാനുള്ള ഒരു രീതിയാണ് കാണുന്നത്. അത് മാത്രമല്ല, മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, അകാരണമായിട്ടുള്ള ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ള യോഗം കാണുന്നുണ്ട്. കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വരാനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കർമാധിപതി ഇഷ്ടസ്ഥാനത്ത് ഒക്കെ നിൽക്കുന്ന മാസങ്ങളിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വ്യാഴപ്പിഴവിനുള്ള പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യണം. അയ്യക്ഷപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മകർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദോഷമില്ലാതെ ഈ മാസം ഈ വർഷത്തിലേക്ക് കടന്നു പോകാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 2-ൽ കേതു നിൽക്കുന്നത് കാരണം വരുമാനത്തിൻ്റെ ഇരട്ടി ചെലവ് വരാനുള്ളൊരു സാധ്യതയുള്ളത് കാരണം അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരുത്താതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വരവ് കുറയാനും ചെലവ് കൂടാനും യോഗമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുകയും ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങൾ, EMI പോലെയുള്ള അടവ് കാര്യങ്ങളൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് വലിയൊരു ബാധ്യതയിലേക്കും പ്രതിസന്ധിയിലേക്കും മാറുന്നത് കാരണമുണ്ട്. അങ്ങനെയൊന്നും വരാതെ ഇരിക്കാനുള്ള കാൽക്കുലേഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ഈ വർഷത്തിൽ. കാരണം 2-ൽ കേതുവാണ്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പാപേ വിത്തഗതേ സ്വപൂർവ്വ ദ്രവ്യക്ഷയോ വക്തരരുക്കുന്ന. അപ്പോൾ അത് കാരണം നല്ലത് പറഞ്ഞാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവപ്പെടുകയും കണ്ണിനോ ചെവിക്കോ വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2-ൽ നിൽക്കുന്ന കേതു നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിലും അത് കേൾക്കുന്നവർക്ക് ആ ടോണിൽ അവരെടുക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനും അതിൻ്റെ പേരിൽ മാനസികമായിട്ടുള്ള വൈഷമ്യം ഉണ്ടാകാനും അതേപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം അനുഭവപ്പെടാനുമുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ തുടർച്ചയായിട്ട് മുടക്കമില്ലാതെ ചെയ്യുക. നടുവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യുന്ന രീതിയിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ നാഗപൂജ ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നാഗപൂജ ചെയ്യുന്നത് നന്നായിരിക്കും. ആത്മവിശ്വാസ കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന സൂര്യൻ്റെ അനിഷ്ടഭാവത്തിലേക്കുള്ള മാറ്റം വരുന്ന സമയത്ത് ചില ശത്രുദോഷവും ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പരിഹാരങ്ങൾ ചെയ്യുക, നല്ല പ്രാർത്ഥന ഉണ്ടായാൽ ഈ വർഷം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.